സഹോദരങ്ങളെ, റംസാൻ മുബാറക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വെയിലുണ്ട്, നല്ല ചൂടുണ്ട്, നോമ്പിൻ്റെ ക്ഷീണമുണ്ട്. വളരെ ഇതിലാണ് നോമ്പ് അങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വരാൻ കാരണം 70 ഇരട്ടിയാണല്ലോ റംസാൻ മാസത്തിൽ എല്ലാത്തിനും കൂലി കിട്ടുന്ന, നല്ല സൽക്കർമ്മങ്ങൾക്ക് 70 ഇരട്ടി കൂലി കിട്ടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനം, സൽക്രമങ്ങൾ, ദാനശീലം, സദക്ക ഇങ്ങനത്തതൊക്കെ കൊടുക്കാൻ ഏറ്റവും തിരഞ്ഞെടുക്കുന്ന മാസം, കൊടുക്കുന്ന മാസമാണ് റമദാൻ മാസം. ഇവിടെ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, മതസംഘടനകൾ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ റംസാൻ കിറ്റ്, പെരുന്നാൾ കിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല പാവപ്പെട്ട ആളുകൾക്ക് എല്ലാവരും കൊടുക്കും, ഇഷ്ടംപോലെ സാധനം കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾക്ക്, അതായത് പണക്കാർക്ക് അതിൻ്റെ ആവശ്യമല്ല, കൊടുക്കും വേണ്ട, കിട്ടുമില്ല, അതിൻ്റെ ആവശ്യമല്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ഒരു വിഭാഗം ആളുകളുണ്ട്, നമ്മൾ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയും. ഇങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്, ഇതിലൊന്നും പെടാത്ത ആളുകൾ, ഈ വക കാര്യങ്ങൾ, കിറ്റും കാര്യങ്ങളൊന്നും കിട്ടാത്ത ആളുകൾ, എന്നാൽ ഒരു അർഹതയുള്ള ആളുകളുമാണ്. അതായത് ചിലപ്പം അത്യാവശ്യം പുറത്തേക്ക് കാണാൻ കുറച്ച് കുഴപ്പം ഉണ്ടാവില്ല, നല്ല വാർപ്പിൻ്റെ വില ഉണ്ടാവില്ല, 2 നില വീട് തന്നെ ഉണ്ടാവും, ഗൾഫിൽ ആരെങ്കിലുമൊക്കെ പണിയെടുക്കുന്നുണ്ടാവും. ഇതേപോലെ നമ്മളിവിടുത്തെ അതേപോലെ കൂലിപ്പണിൻ്റെ ആ ബേസിൽ തന്നെ കാരണം ഗൾഫിൽ പണിയെടുക്കണത്. ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന അതേ സംഭവമായിരിക്കും അവിടെ കിട്ടുമ്പോൾ ഒരുമിച്ച് കിട്ടും. അത് കിട്ടുമ്പോൾ തന്നെ ഇവിടെ കുറേ കടം കള്ളി മറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരിക്കും ശമ്പളം കിട്ടുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗം ആളുകളെ ആരും മെയിൻറ്റ് ചെയ്യണില്ല. എന്നാൽ കൊടുക്കണമല്ലുണ്ട് കേട്ടോ, ഇല്ലാന്നില്ല, നമ്മളെല്ലാവരും എല്ലാ വിഭാഗത്തെ അല്ല പറയണത്. പക്ഷേ ഒരു 90% ഇങ്ങനത്തെ ആളുകൾക്ക് ഒന്നും കിട്ടണില്ല, ആരും പരിഗണിക്കണില്ല. ഓൽക്കാണെങ്കിൽ ചോദിക്കാനും പറ്റില്ല. കാരണം ഒരു ലേസൊരു മിഡിൽ ക്ലാസ് പറയുമ്പോൾ കുറച്ച് ഒരു മുന്നിൽ നിൽക്കുന്ന ആളുകളെ, കാരണം ഓൽക്ക് നമുക്ക് ഇങ്ങനത്തെ കിറ്റ് വേണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രയാസത്തിലാണെന്നോ അങ്ങനെയൊക്കെ പറയാൻ വളരെ പ്രയാസം ഉണ്ടാവും, അത് പറയാൻ പ്രയാസം ഉണ്ടാവും. മറ്റുള്ളവർ കരുതും ഓൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഓന് 2 നില വീടുണ്ട്, ചെറുക്കൻ ഗൾഫിലാണ്, അങ്ങനെ കരുതും. അതല്ലെങ്കിൽ ചിലപ്പം അത്യാവശ്യത്തിന് നടക്കാൻ വണ്ടികളുണ്ടാവും, പക്ഷേ ആ വീടും ഒരു വണ്ടി തന്നെ ഉണ്ടാകുക, വേറെ ഒന്നും ഉണ്ടാവില്ല. പണിയും കാര്യങ്ങളൊക്കെ വളരെ മോശക്കാരം, പണിക്ക് പോകുന്നുണ്ടാവും, പക്ഷേ വളരെ പ്രയാസത്തിൽ അത് പറച്ചിൽ കേട്ടാൽ വളരെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കും കൂടി ഉൾപ്പെടുത്തണം നമ്മൾ കൊടുക്കുന്ന കിറ്റ് എന്ന് മാത്രം. അതായത് പാവപ്പെട്ടവർക്ക് എല്ലാവരും കൊടുക്കും, ഒന്നുമില്ലാത്ത പറ്റ അടിയിലുള്ളവർക്ക് എല്ലാവരും കൊടുക്കുമല്ലോ, ഇഷ്ടംപോലെ സാധനം കിട്ടും. പല ആളുകളും ഈ അരി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായാലുണ്ട്. പക്ഷേ എല്ലാവർക്കും കൊടുക്കണം, പാവപ്പെട്ടവർക്കും കൊടുക്കണം. പക്ഷേ ഈ മിഡിൽ ക്ലാസ്സിനെ നമ്മൾ കാണാതെ പോകരുത്. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ കിറ്റ് കൊടുക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ആളുകൾ നമ്മളെ ഇടയിൽ ആരൊക്കെ ഉള്ളതെന്നില്ല. മാക്സിമം കഴിഞ്ഞോടത്തെ നമ്മൾ ഒരു ഏരിയയിൽ കൊടുക്കുന്ന ഇതിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മതസംഘടന ആയിക്കോട്ടെ, ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയ ഫുള്ള് അതില്ലോനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും കഴിയുന്നുണ്ടെങ്കിലുള്ള കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇടത്തരം വിഭാഗക്കാരിലെങ്കിലും എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ കൊടുക്കുക. പറ്റ ലോ ക്വാളിറ്റിയിലല്ലാത്ത, ലോ ക്വാളിറ്റിയിൽ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഇത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പ് ഒക്കെ ഒന്ന് ഉഷാറാകട്ടെ എല്ലാവരും.